ഇനി നമ്മൾ ഒരു കലാകാരനെ കൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. സതീഷ് കുമാർ വിശാഖപട്ടണത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സതീഷ് കുമാർ വിശാഖപട്ടണം, ഈ പേരിനൊപ്പം വിശാഖപട്ടണം എങ്ങനെ വന്നു? വിശാഖപട്ടണത്തായിരുന്നു എന്റെ ജീവിതം. കഴിഞ്ഞ 44 വർഷമായിട്ട് വിശാഖപട്ടണത്താണ് ജീവിതം. സ്വദേശം എവിടെയാ? സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിനിയിലാണ്. എങ്ങനെയാണ് ഈ ഗിന്നസ് പദവിയിലേക്കൊക്കെ എത്തിയത്? ഗിന്നസ് പദവിയല്ല, ഇന്ത്യൻ റെക്കോർഡ്സ്. എന്താ സംഭവം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളത്തിലെ അപൂർവമായിട്ടുള്ള പാട്ടുകളെയും പാട്ടിന്റെ ശില്പികളെയും പരിചയപ്പെടുന്ന ഒരു ലേഖന പരമ്പരയാണ്. 365 ദിവസം. അതായത് നമ്മൾ കോവിഡിന്റെ സമയത്ത് എഴുതി തുടങ്ങിയതാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടൊന്നും എഴുതി തുടങ്ങിയതല്ല. നമ്മൾ എഴുതി തുടങ്ങിയ പാട്ടിനെ കുറിച്ച് പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, മ്യൂസിക് സംഗീത പ്രേമികളുടെ ഗ്രൂപ്പിൽ എഴുതി തുടങ്ങി. ഹൈദരാബാദിലെ ഷാപ്പ് സംഗീതം എന്നും പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിലാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അത് പിന്നെ അങ്ങ് വൈറലായി. അവരങ്ങ് പല പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു, ആൾക്കാർ വായിക്കുന്നു, അവിടെ നിന്നുള്ളൊരു നല്ലൊരു റെസ്പോണ്ട് വരുന്നു. അപ്പൊ പിന്നെ അത് എഴുത്ത് നിർത്താൻ പറ്റാത്ത പുസ്തകമാക്കി മാറ്റി. പാട്ടോർമ്മകൾ @365. ഇത്രയും പാട്ട് എഴുതിയപ്പോ എന്താ മനസ്സിലായി? പാട്ടല്ല, പാട്ടിനെ കുറിച്ചുള്ള പാട്ടിന്റെ ശില്പികളെ കുറിച്ചും പാട്ട് വന്ന വഴി. അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ആ ദിവസത്തെ ഒരു വ്യക്തിനെ നമ്മൾ ഓർമ്മിക്കാം. ഇന്നത്തെ ദിവസം എല്ലാർ ഈശ്വരി എന്നുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു കാലത്തെ ഗായിക, മലയാളത്തിലെ 200ഓളം ഗായിക പാട്ടുകൾ പാടിയിട്ടുള്ള ഗായിക എല്ലാർ ഈശ്വരി. നമ്മുടെ പഴയ പ്രസിദ്ധമായ പാട്ടുണ്ടോ? പിന്നെ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ, അത് എല്ലാർ ഈശ്വര ഗാനമാണല്ലോ. അതെ, ബാബുര കുട്ടിക്കുപ്പായത്തിൽ ബാബുര പി ഭാസ്കർ മാസ്റ്റർ എഴുതി, ബാബുരജ് സംഗീതം. 365 ഏത് ദിവസം ചോദിച്ചാലും പറയൂ. അങ്ങനെ പറയാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ അത് എഴുത്താണല്ലോ, നമ്മളതല്ല. പക്ഷെ ഓരോ ദിവസം ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം, ഇതുവരെയുള്ള പാട്ട് എഴുത്തിലെ അല്ലെങ്കിൽ പാട്ട് ഓർമ്മകളിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന സ്ട്രൈക്കിംഗ് ആയ ഒരു ഫീച്ചർ എന്താ? നമ്മുടെ അതിനേക്കാൾ ഉപരി നമ്മള് പാട്ടിന്റെ മേഖലയിൽ പലരും അജ്ഞാതരാണ്, പലരും അറിയില്ല. അപ്പൊ അത്തരം വ്യക്തികളെ നമ്മൾ ഓരോ ദിവസത്തിന്റെയും പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അടയാളപ്പെടുക. ഇന്നലെ പാപ്പനംകോട് ലക്ഷ്മണൻ എന്ന മലയാളത്തിന്റെ മറ്റൊരു ഗാനരചയിതാവ്, അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായിരുന്നു. ഏത് പാട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പാട്ട്? കസ്തൂരി മാൻമൊഴി. പാപ്പനംകോട് ലക്ഷ്മണൻ. ശ്രീമൂലനഗരം മോഹൻ കൽപ്പാന്തകാലത്തോ. അതെ അതെ അതെ. അതേപോലെ തന്നെ ഇപ്പൊ അതിന്റെ തലേ ദിവസം അടയാളപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട നടി മോനിഷയാണ്. അപ്പൊ മോനിഷ മരിച്ച ദിവസമായിരുന്നു ഡിസംബർ 5 തീയതി. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ പാട്ട് നക്ഷത്രങ്ങളിലെ അവരെ ആക്ട് ചെയ്തിട്ടുള്ള കുറെ കമലദളം നക്ഷത്രങ്ങൾ ഓരോ ദിവസത്തിനും ഓരോ പാട്ടുമായി നമുക്ക് വർത്തമാനകാല സംഭവങ്ങൾ അതിന് നമുക്ക് കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഈ കൊച്ചിനെ 6 വയസ്സാരി കൊച്ചിനെ തട്ടിക്കൊണ്ട് ഓയൂരിന്നുള്ള ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ നമുക്കൊരു പാട്ടായിട്ട് കണക്ട് ചെയ്യാം. അത് 1964 റിലീസ് ചെയ്ത കറുത്ത കൈ നമ്മുടെ ഒരു സിനിമ ഉണ്ട്, പ്രേംനസീർ അഭിനയിച്ചിട്ടുള്ള കറുത്ത കൈ. ആ പടം പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ഓർമ്മ വരില്ല, പക്ഷെ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരും. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ് ബാബരാജ്. അത് ബന്ധപ്പെട്ടത് ആ സീനില് ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കഥാപാത്രം, അതിൽ അങ്ങനെ ഒരു സീനുണ്ട്. ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നസീറും അടൂർ ബാസിയും എസ് പി പിള്ളയൊക്കെ വേഷം മാറി വരികയാണ്. ഈ ചലച്ചിത്ര ഗാനങ്ങളുടെ ഈ ഒരു വർഷത്തോളം കിട്ടിയില്ലല്ലോ ഭർത്താവിനെ. പാട്ടോർമ്മകൾ എടുത്തായിരുന്നു, പ്രോത്സാഹനമായിരുന്നു. അതോ ഈ ചങ്ങാതി എന്താ കാണിക്കുന്നതായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, പ്രോത്സാഹനം തന്നെ. 365 ദിവസം ഇരുന്ന് എഴുതി ഇപ്പോഴും എഴുതിക്കൊണ്ട് എല്ലാ ദിവസവും. അപ്പൊ അതിനെ പറഞ്ഞ ഇന്ന് എല്ലാവരും ഈശ്വരിയാണ്. അതേപോലെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഓരോ ഗവേഷണം അതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോലി. പ്രധാനപ്പെട്ട ഞാൻ വിശാഖപട്ടണത്ത് ബിസിനസ് ആയിരുന്നു. അവിടെ 44 വർഷം ഉണ്ടായിരുന്നു. ബിസിനസ് എല്ലാം അതിന്റെ പേര് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. മക്കളൊക്കെ ഒരു ഇപ്പൊ നാട്ടിലെത്തി. പാട്ടോർമ്മകളാണ് ഓരോ ദിവസവും. ഇത് ചരിത്രത്തിൽ നിന്ന് രേഖപ്പെടുന്ന വെച്ച് കഴിഞ്ഞാല് ഓരോ വ്യക്തികളെയും അത് പാട്ടുമായി ബന്ധപ്പെട്ട 90% ആൾക്കാർ ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പൊ നാളെ എഴുതാൻ പോണത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നാടകൃത്തായ തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസിൽ ഓർമ്മ ദിനമാണ് നാളെ അദ്ദേഹത്തെ കുറിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും ഒരു സർവ്വവിജ്ഞാന കോശമായി മലയാളത്തിന്റെ പാട്ടോർമ്മയായിട്ട് മാറണേ. സതീഷ് കുമാർ വിശാഖപട്ടണം. അപ്പൊ ഇനി വിശാഖപട്ടണത്തോട് പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വിശാഖപട്ടണം കേരള കലാസമിതി. അവർക്ക് ഞങ്ങളുടെ ഒരു ഹായ്. വിശാഖപട്ടണത്തെ കേരള കലാസമിതി തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോയി. നമ്മൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവരും ആ ചോദ്യം നവകേരള സദസ്സ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയണമെങ്കിൽ നമ്മളിനി
കാലത്തിന്റെ മുന്നോട്ട് പോകണം. അതായത് അടുത്ത 18 ദിവസം കൂടെ കഴിഞ്ഞാൽ 45 ദിവസം കൂടെ ഇപ്പോഴത്തെ കഴിയുമ്പോൾ പരിഹാരം ഉണ്ടായാൽ കൊള്ളാം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ 30,000-ഓളം പരാതികൾ വന്നു കഴിഞ്ഞു. 2 ലക്ഷം അടുക്കും. 2 ലക്ഷം നടക്കുന്നു. അതിൽ പകുതിയെങ്കിലും പരിഹരിച്ചാൽ വിജയം, അല്ലെങ്കിൽ പിന്നെ പരാജയം. അത് ഗവൺമെന്റ് വളരെ ക്ലിയർ ആണ്. അതാണ്. അതായത് നമ്മള് ഇത്രയും പരാതികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് 50% മുഴുവൻ നമുക്ക് സാധിക്കില്ല, ഒരു 50% എങ്കിലും നമ്മളത് പരിഹരിച്ചു കഴിഞ്ഞാൽ നവകേരള സദസ്സ് ഒരു വലിയ വിജയമായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ നവകേരളത്തെ കുറിച്ചിട്ട് മലയാളത്തിൽ ഒരു പ്രിയപ്പെട്ട പാട്ട് കൂടിയുണ്ട്. കൂട്ടുകുടുംബ എന്ന ചിത്രത്തില് വയലാർ 50 വർഷം മുമ്പ് എഴുതിയിരുന്നു നവകേരള സദസ്സിനെ കുറിച്ച് പാട്ടോ. നവകേരള സദസ്സല്ല, കേരളത്തെ കുറിച്ച്. നവകേരളം സദസ്സ് വേണ്ട, നവകേരളം, കേരളം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. അതാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല ഈ ഗാനം. അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ മുഴുവൻ വയലാർ തിരുത്തി എഴുതാണ്. നമ്മൾ അതുവരെയ്ക്ക് വിചാരിച്ച് പരശുരാമൻ മഴുവറിയിട്ടാണ് കേരളം സൃഷ്ടിക്കുന്നതാണ്. പരശുരാം ഇന്ന് വയലാർ അങ്ങനെ പാട്ട് എഴുതിയുള്ള അവസ്ഥ ആലോചിച്ചു. അത് പിന്നീട്. പക്ഷെ ആ ഗാനത്തിന്റെ ഒരു മഴുവറിഞ്ഞ് നേടിയതല്ല, ആരാണോ ഇത് അതൊക്കെ ചോദിക്കും. അത് പിന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അമ്പേത്തായാലും 2 വർഷം ഉണ്ടാവുന്നുണ്ടോ നമ്മുടെ മലയാളിയുടെ പൊതു സ്വഭാവം. അപ്പൊ താങ്ക് യു സതീഷ് കുമാർ ചേട്ടാ. അപ്പോ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു നിങ്ങൾ. പാട്ട് ഓർമ്മ എഴുതി ചരിത്രത്തിലേക്ക് നടക്കുന്ന മനുഷ്യനാണ്. 365 ദിവസത്തിന്റെ പട്ടികകൾ എഴുതുന്നത് വളരെ നല്ല കാര്യം. അപ്പൊ ഇത്തരം ഗവേഷണം ഇനിയും തുടരുക. നല്ല നല്ല എഴുത്തുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുക. താങ്ക് യു സതീഷ് കുമാർ. താങ്ക് യു മിസ്സിസ് സതീഷ് കുമാർ. എന്റെ പേര് സുരജ. അപ്പൊ താങ്ക് യു സുരജ. റൈറ്റ്.